രാമായണവും മഹാഭാരതവും പോലുള്ള പുരാണ ഇതിഹാസങ്ങൾ മാത്രമല്ല, ഇതിഹാസങ്ങളുടെ വ്യാഖ്യാനങ്ങളായ രണ്ടാമൂഴം, സീത, കർണൻ, യയാതി തുടങ്ങിയ നിരവധി കൃതികൾ നമ്മളെ വായനയിൽ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരം ശ്രേണിയിലേക്ക് മറ്റൊരു പുസ്തകം കൂടി കടന്നു വരികയാണ്, ധനീഷ് അനന്തൻ്റെ ആര്യാവർത്തം. ശൈലദേശത്തെ രാജകുമാരി ഇന്ദ്രശിഖയുടെ സ്വയംവരത്തിൽ തുടങ്ങുന്ന ഒരു ബൃഹത്തായ നോവൽ. നായകനായ ഹയനും പ്രതിനായകനായ ശാർദൂലനും ഒരുപോലെ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കും. ഹയനും ശാർദൂലനും ഇന്ദ്രശിഖയും മാത്രമല്ല, കുമുദകിയും ഉലൂകനും മരാളിനിയും എന്നുവേണ്ട കഥയിൽ വന്നുപോകുന്ന ചെറിയ കഥാപാത്രങ്ങൾ വരെ വായനക്കാരിലേക്ക് ആഴത്തിൽ പതിയും. പുതുതലമുറ എഴുത്തുകാരിൽ ക്ലാസിക് എഴുതാൻ കഴിയുന്നവരും ഉണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന രചന. ബാഹുബലി പോലെയുള്ള സിനിമകളും പുരാണ ഇതിഹാസങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകം. ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല.